വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്താ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. കുറെ പേരെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് എന്ത് പറ്റി വിശ്വസിക്കുന്നു, എന്ത് പറ്റിയെന്ന് പറയാൻ നമ്മുടെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വാക്സിനേഷൻ എടുത്തപ്പോൾ ആദ്യം കൈവേദനയായിരുന്നു, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഒരു 3-4 ദിവസം ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാനോ വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ. എങ്കിൽ പോലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അച്ചപ്പത്തിന്റെ ആയിരുന്നു, മുട്ട ചേർക്കാത്ത അച്ചപ്പം. ആ വീഡിയോ കാണാൻ മറക്കരുത്. പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയുടെ ഹെഡിങ് കണ്ടു കാണും. അതായത് നമ്മുടെ അച്ചാറാണ്, അത് പൈനാപ്പിൾ അച്ചാർ. അപ്പൊ പൈനാപ്പിൾ അച്ചാർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് വീണ ചേച്ചി ഇന്നൊരു പൈനാപ്പിൾ ഉണ്ടെന്ന് പറയില്ലേ. വീണ ചേച്ചി പൈനാപ്പിളിന് ഇഷ്ടമാണ്, സത്യമാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിലും ഒരു പൈനാപ്പിൾ എങ്കിലും പാവം എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. അപ്പൊ അതിന് നമുക്ക് എടുത്ത് അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് അത് കുറെ ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ അച്ചാർ ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് കഴിക്കാനും പറ്റും. അപ്പൊ നല്ല എരിവും പുളിയും ചെറിയൊരു മധുരവും ഉള്ള ഒരു സൂപ്പറായ അച്ചാറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുട്ട ചേർക്കാത്ത അച്ചപ്പവും കാണണം, ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് കട്ട സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പിക്കിളാണ്, അതായത് പൈനാപ്പിൾ പിക്കിൾ. അപ്പോൾ പൈനാപ്പിൾ അച്ചാർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഞാൻ 2 പ്രാവശ്യം ആപ്പാട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നന്നായി തോന്നിയോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വെച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. മാത്രമല്ല ഓണമൊക്കെ കഴിഞ്ഞ് മിക്കവരുടെ വീട്ടിലും ഒരു പൈനാപ്പിൾ ചേട്ടൻ അവിടെ മൂലയിൽ ഒതുങ്ങിയിരിപ്പുണ്ടാവും, എന്നെ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനെ സങ്കടപ്പെടുത്തണ്ട, നമുക്കതിനെ പൈനാപ്പിൾ അച്ചാറാക്കി മാറ്റാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ പൈനാപ്പിൾ ആണ്. വലിയ പൈനാപ്പിൾ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ ഒന്ന് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പൈനാപ്പിൾ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണ ഈസി ടിപ്പൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ചെറുതായി മുറിച്ചത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, സൺഫ്ലവർ ഓയിലിലും ഉണ്ടാക്കാം. പക്ഷേ നല്ലെണ്ണയാണ് ഞാൻ എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറായതുകൊണ്ട് കുറച്ച് അധികം ഒഴിച്ചോളൂ. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. നീളത്തില് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല, ഞാൻ വെളുത്തുള്ളി മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ. ഇഞ്ചി വേണമെങ്കിൽ ഒരു അല്പം മാത്രം നീളത്തിൽ ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതും വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടതിന് ശേഷം നമുക്കിതങ്ങ് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കുറയ്ക്കണം. തീ അല്ലെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. പുതുതായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓഫ് ചെയ്തോളൂ. ഈ അടപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും കുറച്ച് സമയം വാട്ടാൻ എടുക്കണം കേട്ടോ. കാരണം കാശ്മീരി മുളക് പൊടിക്ക് ഒരു കുത്തുമണം ഉണ്ട്, അത് മാറാൻ വേണ്ടി കുറച്ച് സമയം വേണ്ടി വരും. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കരിയാൻ പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണേ. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഒരു 30 സെക്കൻഡോളം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നല്ല മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ എല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരുന്ന വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കി 2 പൊടികളാണ്. അതായത് ഉലുവപ്പൊടിയും കായപ്പൊടിയും. കായം 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂണേ. കൂടി കഴിഞ്ഞാൽ കൈപ്പരസം വരും നമ്മുടെ അച്ചാറിൽ. അതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം. ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, കായത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ വലിയ പൈനാപ്പിൾ ആണെങ്കിൽ പകുതി എടുത്തിട്ട് ആദ്യം ഉണ്ടാക്കി നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ഉണ്ടാക്കാമല്ലോ. ആദ്യമേ തന്നെ ഒരുപാട് ഉണ്ടാക്കണ്ട. എന്ത് റെസിപ്പി ആദ്യം ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയൊരു അളവിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തീ കൂട്ടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം, ലോ ഫ്ലെയിമിൽ നിന്ന്. ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നന്നായി കുക്ക് ആവണം, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പൈനാപ്പിൾ തനിയെ കുക്ക് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷെ ഇതിൽ തന്നെ കിടന്ന് കുക്ക് ആയിക്കോട്ടെ. ഇതിലേക്ക് ഒരു കാര്യം ഇടാൻ നമ്മൾ മറന്നുപോയി. എന്താണ്? ഉപ്പ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നോക്കിയിട്ട് നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ആദ്യം ഒരുപാട് ഉപ്പ് ഇടരുതേ.
നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പൈനാപ്പിൾ വേവുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ ഒരു 15 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളിൻ്റെ ഓരോ പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ പുളിയും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുക്കിംഗ് ടൈമും മാറ്റം വരും. അതനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്തോളൂ, അത് മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനീഗറാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിളിൻ്റെ പുളി അനുസരിച്ച് അതിലും മാറ്റം വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടങ്ങ് തിളപ്പിക്കണം വിനീഗർ ഒഴിച്ചതിന് ശേഷം. പിന്നെ ഉപ്പുമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. പിന്നെ ഒട്ടും തന്നെ മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. എന്തായാലും ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പ് കുറവാണ്. ഉപ്പ് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളൂ. ഉപ്പ് നോക്കിയിട്ട് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതി. അതല്ലെങ്കിൽ ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ആ പൈനാപ്പിളിൻ്റെ ആ ഒരു സ്വാദ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരവും പുളിയും ഉപ്പും ഉള്ളൊരു അച്ചാറാണിത്. അപ്പോൾ ഞാനൊരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഭദ്രമായിട്ട് അടച്ചുറപ്പുള്ള കുപ്പികളിലായിട്ട്, അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അച്ചാറുകൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ചില്ലുകുപ്പിയിലാണ്. അതായത് പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് കുപ്പികൾ ഇട്ട് വയ്ക്കാൻ പാടില്ല. വിനീഗർ ഉള്ള കാരണം എപ്പോഴും ഗ്ലാസിന്റെ കുപ്പികൾ ഇട്ട് വയ്ക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ കുപ്പികളിൽ ആക്കാൻ പാടുള്ളൂ. ചൂടോടുകൂടി ആക്കാൻ പാടില്ല. മാത്രമല്ല എണ്ണ കുറച്ച് മുകളിൽ തെളിഞ്ഞു നിൽക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകൾ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. നനഞ്ഞ സ്പൂണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കും. പിന്നെ പുറത്ത് കുറച്ച് നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു എണ്ണയുടെ ഒരു ലെയർ മുകൾ ഭാഗത്തുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കുറേ നാളുകളോളം പുറത്ത് വെച്ച് കഴിഞ്ഞാലും കേടാവില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഒരുപാട് നാളുകൾ കേടാവാതിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ 6 മാസത്തോളം ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാനേ. ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞാൽ അടിപൊളി കറക്റ്റ് അളവാണ്. സൂപ്പറായിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് കിടന്ന് തിളയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം കുപ്പികളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല നോക്കി തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ചാറെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അച്ചാറിന്. പിന്നെ നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ചേർക്കാം, പഞ്ചസാര ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഈ തണുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് വിനീഗർ ചേർക്കാം. പക്ഷേ വിനീഗർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ വിനീഗർ അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് വിനീഗർ ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറ്റിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ മുളക് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ മുളക് പൊടി തനിയെടുത്തൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അല്ലാതെ പച്ചയ്ക്ക് നമ്മൾ വഴറ്റാതെ ഒരിക്കലും ഈ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ അച്ചാർ നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായി വെയിലത്ത് ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും അത് ശ്രദ്ധിക്കുന്ന കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ലൊരു വാസനയാണ് കേട്ടോ ഈ പൈനാപ്പിളിൻ്റെയും വിനീഗറും ഉപ്പും. അപ്പോൾ എരിവും ഉപ്പും മധുരവും പുളിയുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള അച്ചാറാണ്. എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മൊത്തത്തിലൊന്ന് പകർത്തട്ടെ കേട്ടോ. അപ്പോൾ ദേ ഞാൻ കുപ്പിയിലേക്ക് ആക്കി പിന്നെ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ നമ്മുടെ വീണാസ് കറികളുടെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.